ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബനാന മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിൽ 2 മീഡിയം സൈസിലുള്ള ബനാന ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബനാന എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്തതും എടുക്കരുത്, തീരെ പഴുപ്പ് കുറഞ്ഞതും എടുക്കരുത് കേട്ടോ. ഒരുപാട് പഴുത്തത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ലൊരു പുളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ ഒരു കറ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ നല്ല തണുത്ത പാലട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് നല്ല തണുത്ത പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിവിടെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാലട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബനാനയിൽ നല്ല മധുരം ഉണ്ട്, അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുത്ത ഈ ഒരു ഷേക്കിലേക്ക് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്നോട് നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞാൻ ഇതിവിടെ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലൊന്ന് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് കോഫി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, അന്നേരം കുടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ബനാന മിൽക്ക് ഷേക്ക് ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.